ആക്രി സാധനം ഇട്ടിട്ട് കൊട്ടാര ഉദ്യാനം നശിപ്പിച്ചത് കണ്ടിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ കണ്ടോളി. ഇതേ കണ്ടിട്ടില്ല എന്ന് പറയരുത്. ഞങ്ങളുടെ നാടിൻ്റെ ഒരു അവസ്ഥയാണ്. വേണമെങ്കിൽ കണ്ടോളിയും. ഇനി ആരും കണ്ടില്ല എന്ന് പറയരുത്. നല്ലൊരു ഉദ്യാനം ഇരുന്നത്. ആക്രി സാധനം കൊടുത്തിട്ടിട്ട് നാട്ടുകാരും വലഞ്ഞു, നാടും വലഞ്ഞു. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാൻ സ്ഥലമില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ, വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. നായകളുടെയും പാമ്പിൻ്റെയും ശല്യം, അത് അതിലേറെ പോരിശ പറഞ്ഞാൽ തീരൂല. വെൽക്കം ടു വാക്ക് റെക്കോർഡ്. ഇന്ന് നമ്മളിങ്ങനെ നടന്നിറങ്ങി വന്നത് ആദവനാട് അയ്യപ്പനോവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ട്. നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. അത് റോട്ടിൽ വണ്ടി നിർത്തിയിട്ട് കുറച്ചിങ്ങനെ നടക്കാനുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ നടന്നു പോയിട്ട് വെള്ളച്ചാട്ടത്തിന് മുന്നിലെത്തി കഴിയുമ്പോൾ നമുക്കത് കാണാം. പക്ഷെ അവിടുന്ന് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അസാധ്യ വ്യൂ ആണ് കേട്ടോ. ആ വ്യൂ നിങ്ങളെ കാണിച്ചരേ. നല്ല കാടും പൊന്തിട്ട് കേട്ടോ, നല്ല കാടും പൊന്തൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ വേണം ഇങ്ങോട്ട് വരാൻ. ചൊറിയമ്പുഴൊക്കെ ഉണ്ടാണോ പോയോട്ടെ. ഇങ്ങോട്ടേക്ക് ഇറങ്ങൽ കുറച്ച് ദുഷ്കരമായിട്ടുള്ള പരിപാടിയാണ്. നിറച്ച് കാടും പൊന്തിയ. പേടിക്കണ്ട, ഓടിക്കോ. ചെറുതായിട്ടൊന്ന് വയ്യേറ്റതാണ്, ആരും പ്രശ്നമാക്കണ്ട. നമുക്ക് അപ്പുറത്ത് കൂടെ പോയിട്ട് ശരിയാക്കാം. ഇപ്പം ശരിയാക്കി തരാം കേട്ടാ. ശരിയായി. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നമുക്ക് നല്ല വഴിയാണെങ്കിൽ ഞാൻ താഴത്തേക്ക് ഇറങ്ങിപ്പോയി നോക്കാം. ആ വെള്ളച്ചാട്ടത്തിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു സൈഡാണിത്. ഈ ചതുപ്പിൽ നിന്നുള്ള വെള്ളം അങ്ങോട്ട് പോയി ചാടുക തോന്നുന്നുണ്ടത്. വല്ല സംഭവമുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ ജസ്റ്റ് എന്നാലും നമുക്ക് പോയി നോക്കാം. ഈ കാണുന്ന ക്ലിനിക്ക്, ആ ക്ലിനിക്കിൻ്റെ അപ്പുറത്ത് കൂടെ വഴിയുണ്ട്. ആ വഴിക്ക് തെങ്ങുന്നോടത്ത് കൂടെ ഇറങ്ങാൻ വേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അതിൽ കൂടെ ഇറങ്ങിയിട്ട് നോക്കാം. ആ ഹോസ്പിറ്റലിൻ്റെ അവിടുന്ന്, ആ ക്ലിനിക്കിൻ്റെ അവിടുന്ന് ഇറങ്ങിയിട്ട് വരുമ്പോൾ നല്ലൊരു ചെറിയൊരു ഊടുവഴി പോലത്തെ നല്ലൊരു വഴിയാണ്. ഒരു ഊടുവഴിയാണ്. ആ വഴിയിൽ കൂടെ, ഈ വഴിയൊന്നും ഇപ്പോൾ കാണാൻ കിട്ടുന്നില്ല കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ. കാരണം ഞങ്ങളുടെ നാട്ടിലെല്ലാ ഇടവഴികളൊക്കെ റോഡായി. അപ്പോൾ നമുക്ക് പോയിട്ട് ഒന്ന് കണ്ടേക്കാം. വെള്ളം ചാടുന്ന സൗണ്ട് കൂടി കേൾക്കാണ്ട്. നല്ല പൊന്തൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് വരുന്നത്. കല്ലൊക്കെ ഉള്ള വഴിയാണ്. വരുന്നവർ നന്നായിട്ട് ശ്രദ്ധിച്ച് നടക്കുക. ഇവിടെ എത്തിയപ്പോൾ തന്നെ വെള്ളം പരന്ന് ചാടുന്നത് കാണാനുണ്ട്. അടിപൊളിയായിട്ടില്ലേ? നമുക്ക് ഇനിയും താഴത്തേക്ക് ഇറങ്ങിപ്പോയി നോക്കാം. ഇതൊക്കെ ഉണ്ടോ, നല്ല കുത്തനുള്ള ഇറക്കാണ്. ശ്രദ്ധിച്ചിറങ്ങിക്കൂടാ. സംഭവം ക്ലാസ്സായില്ലേ? അടിപൊളി. ഞാനിപ്പോൾ ഇറങ്ങി വന്ന വഴിയാണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ ഇത് എങ്ങനെ അങ്ങോട്ട് കയറി പോകുന്നുള്ളത് പടച്ചോനും കാര്യമുള്ളൂ. കുത്തനെ കയറ്റം. ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ വേഗം പോന്നു. ഇവിടെ ആളുകൾ കുളിക്കാനൊക്കെ പോയിട്ടുണ്ട്. ഈ വെള്ളട്ടാ ഉണ്ടാക്കാറുണ്ട്. അവിടെ കുളിക്കുന്ന കല്ലൊക്കെ ഇരിക്കുന്നുണ്ട്. അവിടെ മീനെല്ലാം വെട്ടുന്നുണ്ട് ആ തലക്കലെല്ലാം. ഈ വെള്ളം ചാടുന്നതിൻ്റെ മേലെ ആ ഒരു സ്ലാബ് കണ്ടോ? ആ സ്ലാബിൻ്റെ നേരെ മേളിലാണ് നമ്മൾ വണ്ടി ഇരിക്കുന്നത്. ഞാൻ നേരത്തെ ഈ റോഡിൻ്റെ അപ്പുറത്തൊരു ചെറിയ സ്ഥലം കാണിച്ചതില്ലേ, ആ സ്ഥലത്ത് ആ പാടത്തു നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് മറിയാണ്. അത് ഇവിടെ വന്നിട്ട് ഒരു വാട്ടർഫോൾസ് പോലെ രൂപാന്തരപ്പെട്ട് പാറയുടെ മുകളിൽ കൂടെ ഒലിച്ച് വരിക എന്നുള്ളൊരു ഇതേ ഉള്ളൂ. അല്ലാണ്ട് വേറെ വലിയ സംഭവങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഈ ബാക്കിൽ കാണുന്ന ഒരു വെള്ളച്ചാട്ടം മാത്രം. ഇത് മഴക്കാലത്ത് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. കാരണം മഴ പെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി വെള്ളത്തിന് ഫോഴ്സ് കൂടും. സ്പീഡ് കൂടി കഴിഞ്ഞാൽ കുറച്ചുകൂടി വെള്ളം ഉണ്ടാവും.
അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഇപ്പോഴും ഭംഗിക്ക് കുറവൊന്നുമില്ല, ജസ്റ്റ് കണ്ട് വന്ന് ആസ്വദിച്ച് പോകാനുള്ള എല്ലാ ഒരു എന്താ പറയുക എല്ലാ ചേരുവകളും ഉണ്ട്. ഇവിടെ എല്ലാം കണ്ട ഇവിടെയൊക്കെ ആളുകൾ കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട വെള്ളം. ഇവിടെ നമുക്ക് വന്ന് നമുക്കും കുളിക്കാം. ഈ കുളിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഈ പാറ ചാടിക്കടന്ന് അപ്പുറം പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യൂ ഉണ്ട്, നമുക്ക് അവിടെ നോക്കിയിട്ട് വരാം. നല്ല ടോപ്പ് കാടുമ്പോൾ ചേട്ടാ. ഇതൊന്ന് നോക്കി, നല്ല കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള സ്ഥലം. നമുക്ക് ആ വഴി കൂടെ മേലേക്ക് പോകുന്ന കയറി നോക്കാം. ഈ മല കയറുക എന്ന് പറഞ്ഞിട്ടില്ലേ, ഇവിടെ കേരളമൊക്കെ ഒരു ടാസ്ക് ആയിക്കാരേ. ഇതിൻ്റെ ഒപ്പോ കിട്ടി പണ്ട് സ്മൈൽ പറഞ്ഞ മാതിരി എത്തി. ഞാൻ ഇവിടെ പോയി നോക്കാം. അവിടെ തന്നെ കമ്പിമ്പ് കയറി കുത്തിയിരുന്നു. ഈ കാണുന്ന ഈ ഊടുവഴി ഉണ്ട്, മേലെ നിന്ന് ഇറങ്ങി വരുന്ന ഈ പൊന്തയിൽ കൂടെയുള്ള വഴി. ഇതിൽ കൂടെ ഒക്കെ ആളുകൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് മേലെ നിന്നിട്ടാ. പക്ഷേ ഭയങ്കര ഡേഞ്ചറസ് ആണ്, ശ്രദ്ധിക്കണം ആളുകൾ. ഇവരൊക്കെ ഇവിടെ കുളിക്കാൻ വന്നിട്ട് ഇവിടെ എൻജോയ് ചെയ്യുക. ഒരു വെള്ളച്ചാട്ടം കാണാൻ വന്ന് ഇവിടെ കുളിയെല്ലാം കഴിഞ്ഞ് അവരോട് എൻജോയ് ചെയ്തിരിക്കണം. 4 ആളുണ്ട്. എടാ നിങ്ങളൊക്കെ ഒന്ന് പേര് പറഞ്ഞാ, നിങ്ങളൊക്കെ എവിടെ ഉള്ളതാ? എല്ലാവരും പൊന്നാനിന്നാ? ശരി. ഇവന്റെ പേരെന്താ? ഫസ്റ്റ് മുന്നിലുള്ള ആളെ പേരെന്താ? ഷേർഖാൻ. അപ്പുറത്ത് എൻ്റെ ഇവന്റെ വയസ്സ് ഇവന്റെ മുബഷിർ. നിങ്ങൾ പൊന്നാനിയാ ഭാഗത്തുനിന്നാ? എവിടെ? കടവനാട്. അതേ ഭാഗത്തുക്കാ? പുതുവനാറി ആ ഭാഗത്തുനിന്നാ. ശരി. ഇവർ പൊന്നാനിയിൽ നിന്ന് സൈക്കിളിൻ്റെ മുകളിൽ കറങ്ങി എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും പോകുന്ന കുറച്ച് 4 ആളുകളാണ്. അപ്പോൾ ഇവർ ക്ലബ്ബുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും സൈക്കിളിൻ്റെ മുകളിൽ ഇവരെല്ലാ സ്ഥലത്തും എത്തുന്നുണ്ട്. നിങ്ങൾ എല്ലാ വീക്കെൻഡിലുമാണോ പോകുന്നത്, അതേ എല്ലാ ദിവസങ്ങളും പോകും? ഞായറാഴ്ചകളിൽ ലീവിന് മാത്രമല്ലേ? ആ ശരി. നിങ്ങൾക്ക് എന്താ ജോലിയാണ്? പഠിക്കുന്ന സ്റ്റുഡൻസ്. ഓക്കെ. അത് ശരി. ഓക്കെ. അതിനുശേഷം നിങ്ങൾ എല്ലാ വീക്കെൻഡ്സിലും ഈ ഞായറാഴ്ചകൾ ഇങ്ങനെ പോകും? ഓക്കെ. അത് ശരി. ഓക്കെ. ഇങ്ങടാക്കി കോഴിക്കോട് എടുക്കാൻ പോണ്? സൈക്കിളിന്റെ മുകളിൽ തന്നെ. അപ്പൊ നിങ്ങൾ രാത്രി ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിച്ചാൽ അതെ രാവിലെ? അത് ശരി. ഇപ്പോൾ ഈ കൊറോണ കായതിൻ്റെ പേരിൽ കുറേ വാഹനങ്ങളും കുറവാണ്, അപ്പം നമുക്ക് സ്പീഡിൽ പോകാനും പറ്റുമല്ലോ അല്ലേ? അത് ശരി. ഓക്കെ. എന്നാൽ എല്ലാവിധ ഭാവങ്ങളും. ഓക്കെ. നിങ്ങൾ എത്രയും പെട്ടെന്ന് ക്ലബ്ബ് രജിസ്റ്റർ ചെയ്യണം കേട്ടോ. ഓക്കെ. എന്നാൽ ശരി, കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ പൊന്നാനിന്ന് സൈക്കിളിൻ്റെ മുകളിൽ നല്ല ചൂടാട്ടോ ഈ മഴക്കാർ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട്. അപ്പോൾ നമ്മൾ പൊന്നാനിന്ന് സൈക്കിളിൻ്റെ മുകളിൽ റേഡിയോ എടുത്തി വന്ന ആളുകളെ കണ്ട്. അപ്പോൾ ഇനി ഞാൻ ഈ ഇറക്കം ഇറങ്ങേണ്ടത് ഭയങ്കര ടാസ്ക്കാണ്. വീഴാണെങ്കിൽ വീണിറക്കം, വീണിട്ടില്ലെങ്കിൽ നല്ല ഇറക്കം. ഇതേ കിടക്കണ കുഞ്ഞുകൂട്ടം നെല്ലിക്കണ്ടത്തിൽ വിട്ടോ താഴെത്തി കേട്ടാ. ആ കാഴ്ചക്ക് ചെറുതായിട്ട് തോന്നില്ലേ, ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു മേളിക്കൊരു കുന്നാണ്, അവിടെ ഓടിയിറങ്ങിയത് താഴത്തേക്ക്. ഇനി നമുക്ക് അപ്പുറത്ത് ആ കയറ്റം കയറണം, അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ നമുക്കങ്ങോട്ട് മേലേക്ക് നടക്കാം. നല്ല കിതപ്പുണ്ട്, ടോപ്പ് കിതപ്പാ. നമ്മൾ വീണ്ടും ആ വെള്ളം ഒലിക്കുന്ന സ്ഥലത്തെത്തി. ഇവിടെ നമുക്ക് ഇത് മുറിച്ച് കിടക്കണം. എൻ്റെ അപ്പോൾ ഈ കാണുന്ന കെട്ട് അങ്ങ് അപ്പുറ സൈഡ് കാണാൻ പോകണമെങ്കിൽ കയറി പോകണം, തിരിച്ചു വരുമ്പോഴും അതുപോലെ തന്നെ വരണം, വിടാണ്ട് നോക്കണം.
ഒരു അത്യാവശ്യം നല്ല അഡ്വഞ്ചറസ് ഫീലൊക്കെ ഉണ്ട് കേട്ടോ. കുന്നും മലയൊക്കെ കയറി നമ്മൾ തിരിച്ച് വീണ്ടും അവിടെ തന്നെ. ദേവിയേ, ഇറങ്ങി ഇനി കയറണ്ടേ, ആരെങ്കിലും കാത്തോളണേ. പണി മാത്രമൊന്നുമല്ല, എല്ലാം പാളി. എന്തിനാ കുറേ കൂടുതൽ ഇങ്ങനെ കണ്ടാൽ പോരാ. ഞാൻ മേലേക്ക് കയറട്ടെട്ടാ, എന്നിട്ടേ കാണിക്കണുള്ളേ. ഈ മേലേക്ക് കയറി പോകുമ്പോഴേ ഒരു ചെറിയൊരു വഴിയുണ്ട്. അപ്പോൾ ആ വഴി കൊണ്ട് വന്നിട്ട് ജസ്റ്റ് നോക്കിയതാണ്. അപ്പോൾ വെള്ളം ചാടുന്നതിന് തൊട്ടടുത്തെത്തി. ഇവിടുന്ന് കാണുമ്പോൾ നല്ല അസാധ്യ വ്യൂ. പക്ഷെ ഞാൻ ആ കയറ്റം കയറിയപ്പോൾ ആ ഗതച്ചിട്ട് തൂഫാനായിപ്പോയി. ഇപ്പോൾ നമ്മളവിടെ കണ്ട പിള്ളേർ അവിടെ വെള്ളത്തിൽ ചാടി കളിക്കുന്നത്. ഞാൻ എവിടുന്നാണ് ഈ കയറി വരുന്നത് വല്ല കൊടുത്തുണ്ട് നിങ്ങൾക്ക്. ഞാൻ ചുരുങ്ങിയത് ഇപ്പോൾ 20-25 മിനിറ്റ് ആയിട്ട് കയറാൻ തുടങ്ങിയിട്ട്. താഴേക്കൊക്കെ ആ താഴത്തുനിന്നാണ് ഈ കയറി വരുന്നത്. കേട്ടോ, ഓൾമോസ്റ്റ് അത്ര തന്നെ ഇനിയും കയറാണ്ട്. എൻ്റെ അപ്പോൾ എന്തായാലും ഒക്കെ നല്ലൊരു ഇതൊക്കെ ഒന്ന് അനുഭവിച്ചറിയണം കേട്ടോ. ജസ്റ്റ് ഒന്ന് വന്നിട്ട് ഇതൊക്കെ ഒന്ന് അനുഭവിച്ചറിയണേ. ജസ്റ്റ് വരിക, കാണുക, നല്ല രീതിയിൽ സ്ഥലം പരിസരം ഒന്ന് വൃത്തികേടാക്കാണ്ട് കണ്ട് ജനങ്ങൾക്ക് ആർക്കും ഉപദ്രവമാക്കാണ്ട് തിരിച്ചു പോവാം. ഇതൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണേ. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ സ്ഥലങ്ങളൊന്നും മിസ് ചെയ്യരുത്. അപ്പോൾ കണ്ടോ, അയ്യപ്പന വെള്ളച്ചാട്ടം, ആദവനാട്, മലപ്പുറം ജില്ല. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് കൂടെ പറയണം. അപ്പോൾ ആ കയറ്റം കയറി ഗതച്ച ഞാൻ നിർത്താൻ പോവാണ്. ഇനി നേരെ മുസ്തഫാൻ്റെ ഹൗസ് വാമിങ്ങിന് പോവുകയാണ്. അപ്പോൾ ഇനി അടുത്ത ബ്ലോഗിൽ കാണാം. ഓക്കെ, ബൈ. പറഞ്ഞത് മറക്കണ്ട. പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ.